ഹലോ എവരി വൺ, വെൽക്കം ടു എലനാസീൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ തുഷാരഗിരിയാണ്. നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ കൊറോണ ആയിട്ട് ഇപ്പോഴാണ് തുറക്കുന്നത്. അടിപൊളി സ്പോട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അപ്പോൾ ഈ റോഡ് തുഷാരഗിരിയിൽ നിന്ന് വയനാട് അടിവാരം ചുരത്തിൻ്റെ അടിവാരം കയറിയിട്ട് ചുരം കയറി ഫസ്റ്റ് ചുരമൊക്കെ കയറിയുള്ള പ്ലേസിലേക്ക് എത്തുന്ന റോഡാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്ന് അറിയും. രണ്ട് സൈഡിലും ഭയങ്കര ലഷ് ഗ്രീനറി. നമ്മളിവിടെ വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് മൈൻഡ് ഫ്രഷ് ആവും. അപ്പോൾ നമുക്കിനി തുഷാരഗിരി ഉള്ളിലേക്ക് നടന്നു തുടങ്ങും. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് ഉള്ള വ്യൂ. അപ്പോൾ എല്ലാവരും ഇതാ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലൊരു പാർക്കൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിലായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ മൺഡേ തുറന്നിട്ടുണ്ട്. നല്ലോണം ആളുകൾ വരുന്നുണ്ട് കേട്ടോ. കുളിക്കാനൊന്നും സമ്മതിക്കില്ല, ജസ്റ്റ് പോയി കണ്ടു വരാമെന്ന് വിചാരിച്ചു. കിതക്കുന്നു. ഇവിടെ പേയ്മെൻറ്റിലൂടെ നടക്കുകയാണ്. നല്ല തണുപ്പാണ്, നല്ല സുഖം. ഒരു വർഷമായി തുഷാരഗിരി വന്നിട്ട്. നല്ല തണുപ്പ്, AC പോലെയുണ്ട്. നിലത്ത് നല്ല സ്ലിപ്പറിയാണ്, നല്ലോണം ശ്രദ്ധിച്ച് നടക്കണം. അപ്പോൾ ഞാൻ നിലം നോക്കി നടക്കട്ടെ, അല്ലെങ്കിൽ മുഖം കുത്തി വീഴും. ഇക്ക നല്ല ഫാസ്റ്റായിട്ട് നടക്കുക. എനിക്ക് അങ്ങനെ അത്ര ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുമല്ലേ? നല്ല വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആഹാ, അപ്പോൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടക്കുകയാണ്. നല്ലോണം ആൾ വരുന്നതുകൊണ്ട് ചുറ്റുള്ള വെജിറ്റേഷൻസൊക്കെ നല്ല ഭംഗിയാണ്. ഇതാണ് മെയിനായിട്ടുള്ള ഫസ്റ്റ് വാട്ടർഫാൾ. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇന്ന് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. അവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് കുളിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യാണ്. പിന്നെ താഴ്ഭാഗത്തുള്ള വെള്ളം ഒക്കെ കുറവാണ് കേട്ടോ. നവംബർ ആയില്ലേ, നല്ല വെള്ളം കുറവാണ്. കുറച്ചും കൂടി ഏർലി ആയിട്ട് വരണം. ആഹാ, വെള്ളത്തിലിറങ്ങാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചെറുതായിട്ടൊക്കെ ഇറങ്ങാം. വെള്ളച്ചാട്ടം കണ്ടില്ലേ? അടിപൊളി. ചെറുതായിട്ടൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. കുളിക്കാൻ സമ്മതിക്കില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. നമുക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം കൊറോണ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് തന്നെ ഒരുപാട് ആൾക്കാർ വരും. ഇതൊരു പാറപ്പുറത്തൊക്കെ കയറി നിൽക്കാം. ഓ, എന്തൊരു ഭംഗിയാണ്, എന്തൊരു തണുപ്പാണ്. അടിപൊളി. എല്ലാവരും വേഗം തുഷാരഗിരിയിലേക്ക് വന്നോളൂ കേട്ടോ. അടിപൊളി. വാവ്, വെള്ളത്തിൽ കഴിയുന്ന പോലെ വരുന്നു. വെള്ളം കണ്ടാൽ ചാടാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ വരുന്നോ? ആഹാ, അടിപൊളി. നമ്മുടെ തിരുവമ്പാടി പുഴയിൽ കുളിച്ചതിനേക്കാളും സുഖം. ആഹാ, എന്താ രസം. മറ്റേ വാട്ടർഫോൾസിൻ്റെ അടിയിൽ കുളിക്കാൻ ഒരു സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ ഉള്ള വെള്ളത്തിലെങ്കിലും ഇറങ്ങട്ടെ. എന്തൊരു സുഖമാണ്. എൻ്റെ മിനി അമ്പിളി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടി അടിച്ചു പൊളിച്ച് കൊടുക്കും. അപ്പോൾ വെള്ളം കണ്ട ചാടുന്ന എല്ലാവരും ഇതുപോലത്തെ സ്ഥലം കണ്ടാൽ എങ്ങനെ ഇറങ്ങാതിരിക്കാൻ പറ്റും?
ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഫ്രഷായ പോലെ തന്നെ. ആൾക്കാരും കുളിക്കുന്നൊന്നുമില്ല, എല്ലാവരും ഇവിടുന്നൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അല്ലാതെ കുളിക്കുന്നൊന്നും കാണുന്നില്ല. അവർ വാട്ടർഫോൾസിൻ്റെ അടിയിൽ നിന്ന് കുളിക്കാൻ സമ്മതിക്കുന്നില്ല. അടിപൊളി വന്നത് മുതലായി. അതായത് അപ്പോഴേക്കും മഴയൊക്കെ പെയ്തു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് കയറി നിന്നു. പിന്നെ മഴ തോരുന്നില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ച് നടന്ന് വീണ്ടും നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തി. പക്ഷേ ഇവിടെയുള്ള വ്യൂസൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് എൻട്രി. അപ്പം ഇതാണ് ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ. ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് അടിവാരം ത്തിൻ്റെ ഫസ്റ്റ് ചുരം കയറിയിട്ടുള്ള പോയിന്റിലേക്കാണ്. അപ്പോൾ നമ്മൾ വയനാട് തുഷാരഗിരി ഒരുമിച്ച് ഉള്ള ടൂർ പാക്കേജസ് ഉണ്ടാവാറുണ്ട്, എസ്പെഷ്യലി ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആൾക്കാർക്ക്. ഇത് ആ ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള വ്യൂ ആണ്, നല്ല പെബിൾസും ഒക്കെ ആയിട്ട് അടിപൊളി ആംബിയൻസ് ആണ്. ഭയങ്കരമായിട്ട് ഫ്രഷ് ആവട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വേഗം തുഷാരഗിരിയിലേക്ക് വന്നോളാം. നമുക്ക് വളരെ അടുത്തുള്ള ലൈക്ക് സ്പോട്ടാണ്. ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. അപ്പം അതിൻ്റെ ഗ്രീനറി നല്ലോണം ആളുകൾ വരുന്നുമുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഗ്രീനറി കണ്ടാൽ മതിയാവില്ല. ഒക്കെ ബ്രിഡ്ജിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പതുക്കെ പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ സ്ഥലമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ. അപ്പോൾ എല്ലാവരും തുഷാരഗിരിയിൽ വരിക. അടിപൊളി പ്ലേസാണ്, നല്ല വാട്ടർഫോൾസാണ്. കുളിക്കാനൊക്കെ റെഡിയായിട്ട് വരിക. അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. ടേക്ക് കെയർ, ബൈ.